18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. 543 അംഗ പാർലമെൻറ്റിലെ വോട്ടെടുപ്പ് അവസാന ലാപ്പിലേക്ക് നീങ്ങിയപ്പോൾ BJP സംഘം വിയർത്തു തുടങ്ങിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ കരുത്തിൽ ഇന്ത്യ വാഴാൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് മോദിയും കൂട്ടരും നീങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ കരുത്താണ് ഇന്ദിരാഗാന്ധിയെ അന്ന് വീഴ്ത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ സംഘാടന കരുത്തായിരുന്നു അന്ന് പ്രതിപക്ഷ വിജയത്തിന് അടിസ്ഥാനം. നിലവിൽ ഇന്ത്യ മുന്നണിയും ആ നിരയിൽ നീങ്ങുകയാണെന്നാണ് സൂചന. മോദി മാറുമോ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മാപ്രകൾ കെട്ടിപ്പൊക്കിയ പ്രാധാന്യം BJPക്കും മോദിക്കും അനുകൂലമായ ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ദൃശ്യമായിട്ടില്ല എന്നതാണ്. 2014-ലും 2019-ലും മോദിക്ക് അനുകൂലമായി കണ്ട ജനവികാരം ഇക്കുറി ഹിന്ദി മേഖലയിൽ പോലും ദൃശ്യമല്ല. ആദ്യ തവണ അച്ഛാദിൻ നിൽക്കുമെന്ന് പറഞ്ഞാണ് സംഘപരിവാർ അധികാരത്തിൽ വന്നത്. പുൽവാമ, ബാലാക്കോട്ട് വിഷയമുയർത്തി രാജ്യസുരക്ഷ പ്രധാന വിഷയമാക്കിയാണ് 2019-ൽ അവർ തുടർ ഭരണം നേടിയത്. ഇക്കുറി മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി മോദി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചത്. എന്നാൽ അതിൽ നിന്ന് പിന്നോട്ട് മാറി ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പറയാനാണ് മോദിയും അമിത്ഷായും ഇപ്പോൾ സമയം ചെലവിടുന്നത്. 10 വർഷത്തെ ഭരണത്തിനിടയിൽ മോദി നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചില്ല എന്ന് മാത്രമല്ല, അവർ വിതച്ച വർഗീയതയുടെ വിഷവിത്തുകളുടെ ഫലം അനുഭവിച്ച ജനത അവർക്കെതിരെ തിരിഞ്ഞു എന്നതാണ് ആദ്യ സൂചനകൾ. സ്വന്തം മാനിഫെസ്റ്റോയെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്ത പ്രധാനമന്ത്രി പ്രതിപക്ഷ കക്ഷികളുടെ മാനിഫെസ്റ്റോകളിൽ മുസ്ലിം ലീഗിൻ്റെ ചിന്താ പദ്ധതിയുണ്ടെന്ന് ആരോപിക്കുകയും രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകാനാണ് ഇന്ത്യ കൂട്ടായ്മ ശ്രമിക്കുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു. വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ ഇടുമെന്നും ഓരോ വർഷവും 2 കോടി തൊഴിൽ നൽകുമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും പറഞ്ഞ് അധികാരമേറിയ മോദി ഒരു വാഗ്ദാനം പോലും നടപ്പാക്കിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. 8,000 കോടിയിലധികം രൂപ ഇതുവഴി BJP കീശയിലാക്കി. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്നു എന്ന പ്രതിച്ഛായയാണ് BJPക്കുള്ളത്. വിലക്കയറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ഒരു പദ്ധതിയും മുന്നോട്ട് വെക്കാൻ ഇവരുടെ സർക്കാരിന് കഴിയാതിരുന്നതും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് 75 വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നും പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ വഴിതിരിച്ചു വിട്ടത്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദ്യമുന്നയിക്കുന്നവരോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന മുഖവുരയോടെയാണ് കേജ്രിവാൾ വിഷയം ഉന്നയിച്ചത്. ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? മോദിക്ക് അടുത്ത വർഷം സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയും. 75 വയസ്സ് പിന്നിട്ടവർ ഒഴിയണമെന്ന വ്യവസ്ഥ അദ്ദേഹം തന്നെ 2014-ൽ കൊണ്ടുവന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ എന്നിവരെല്ലാം ഈ രീതിയിൽ വിരമിച്ചു. അദ്ദേഹം അടുത്ത വർഷം വിരമിക്കും. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് തേടുന്നത്. മോദി നൽകുന്ന ഗ്യാരണ്ടികൾ അമിത്ഷായ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കേജ്രിവാൾ ഉയർത്തിയത്. ഇത് ഹിന്ദി ബെൽറ്റിൽ BJPയിൽ പാളയത്തിൽ പട ശക്തമാക്കിയിരിക്കുകയാണ്. 75 വയസ്സിന് മുകളിലുള്ളവർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടി നയമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ നേരത്തെ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് കളം നിലവിൽ ഇന്ത്യ മുന്നണിയുടെ കയ്യിലാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും BJP വൻ മുന്നേറ്റം നടത്തിയ ഹിന്ദി സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും BJPക്ക് വൻ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ സ്ഥിതി നോക്കിയാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ മേഖലയിൽ BJPക്ക് 50 മുതൽ 60 സീറ്റ് കുറയും. ഫലത്തിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും ഉറപ്പിക്കാം. 6 സംസ്ഥാനങ്ങളിലാണ് ഇക്കുറി BJPക്ക് വോട്ട് ചോർച്ചയുണ്ടാകുക. മഹാരാഷ്ട്രയിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അനുകൂലമായ, അതായത് ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായ വികാരമാണ് ജനങ്ങൾക്കുള്ളതെന്നാണ് പല മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ 42 സീറ്റും നേടിയത് NDA ആയിരുന്നു. ഇക്കുറി പകുതി സീറ്റ് BJP സഖ്യത്തിന് നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്തിൽ പോലും BJPക്ക് ഇക്കുറി 26-ൽ 26 സീറ്റും ലഭിക്കില്ലെന്നാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കർഷക സമരവും ജാട്ട്, രജപുത്ര വിഭാഗങ്ങൾ വളർന്നു വരുന്ന BJP വിരുദ്ധ വികാരവുമാണ് ഇതിന് കാരണം. ഹരിയാനയിലും പശ്ചിമ UPയിലും ഇതേ ഘടകം BJPക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതപ്പെടുമെന്നും
അതോടെ സംവരണാനുകൂല്യങ്ങൾ ഇല്ലാതാകുമെന്ന ഭീതി ദളിത് ആദിവാസി ജനവിഭാഗങ്ങളെയും ബി ജെ പിക്കെതിരായി തിരിച്ചിട്ടുണ്ടെന്ന വാർത്തയും വരുന്നുണ്ട്. ബീഹാറിലും ബി ജെ പിക്ക് കുറി തിരിച്ചടിയുണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40-ൽ 39 സീറ്റും നേടിയ NDAയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യു പിയിലും കഴിഞ്ഞ തവണ നേടിയ 64 സീറ്റ് നിലനിർത്താൻ NDAയ്ക്ക് വിഷമമാകും. രാമക്ഷേത്ര വിഷയം പ്രതീക്ഷിച്ച മുന്നേറ്റം ബി ജെ പിക്ക് നൽകുന്നില്ല. കർണാടകത്തിലും ബി ജെ പിക്ക് മുൻ സീറ്റുകൾ നിലനിർത്താനാകില്ല. പശ്ചിമ ബംഗാളിലാകട്ടെ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 18 സീറ്റ് നിലനിർത്താനും കഴിയില്ല. മമതയ്ക്കും ബി ജെ പിക്കുമെതിരെ നിലകൊള്ളുന്ന ഇടതുപക്ഷവും കോൺഗ്രസും സീറ്റ് ധാരണയോടെ മത്സരിക്കുന്നതാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തെ പ്രധാനമായും തടയുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഇക്കുറി ഇടതുപക്ഷം സീറ്റ് നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുർഷിദാബാദിൽ മത്സരിക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് സലീം ഉൾപ്പെടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. CPIM 23 സീറ്റിലാണ് മത്സരിക്കുന്നത്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്നതിനാൽ ഇക്കുറി സീറ്റ് നേടാനാകുമെന്നതിൽ സംശയമില്ല. ബംഗാളിൽ മാത്രമല്ല ത്രിപുരയിലും CPIM മത്സരിക്കുന്ന ഒരു സീറ്റിൽ കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ബീഹാറിൽ ഗഗാരിയ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി സഞ്ജയ് കുമാർ ഖുച്ചാഹയുടെ ഹിന്ദി മേഖലയിലും ഇക്കുറി ഇടതുപക്ഷ പാർട്ടികൾക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികൾ 5 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. CPIML 3 സീറ്റിലും CPIMഉം ഓരോ സീറ്റിലും. ഇക്കുറി ഇടതുപക്ഷത്തിന് 1-ലധികം സീറ്റ് ബീഹാറിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. CPIM മത്സരിക്കുന്ന ഖഗാരിയിൽ CPIMലെ സഞ്ജയ് കുമാർ ഖുച്ചാഹയ്ക്ക് വിജയസാധ്യതയുണ്ട്. രാജസ്ഥാനിലെ ശെഖാവതി മേഖലയിൽ സിക്കറിൽ ഇന്ത്യ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കർഷക സമര നേതാവും CPIM സംസ്ഥാന സെക്രട്ടറിയുമായ അമ്ര റാമും വിജയിക്കുമെന്നാണ് പല ഹിന്ദി മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും CPIMന് ഇക്കുറി ഹിന്ദി മേഖലയിലും പ്രാതിനിധ്യമുണ്ടാകും. ഇടതുപക്ഷം കൂടി ഭാഗമായ ഇന്ത്യ കൂട്ടായ്മ വൻ മുന്നേറ്റം നടത്തുമെന്ന് കണ്ടതോടെയാണ് വികസിത ഭാരതം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉപേക്ഷിച്ച് മോദി കടുത്ത വർഗീയ പ്രചരണത്തിലേക്ക് നീങ്ങിയത്. പ്രാദേശിക വിഷയങ്ങളിലും ജാതി രാഷ്ട്രീയവുമാണ് തെരഞ്ഞെടുപ്പിനെ കൂടുതലായും സ്വാധീനിക്കുന്നത്. ജാതി സർവേ വേണമെന്ന ഇന്ത്യ കൂട്ടായ്മയുടെ നിലപാടും BJPയെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്.